ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ മനസ്സിലോർക്കുന്ന വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് അവഗണന കാട്ടുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ്. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിംഗ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോകാം. ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുക. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളോട് ഈ ഒരു സമയത്ത് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്, എന്താണ് അതിന് പിന്നിലുള്ള കാരണം, എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളോട് ഈ ഒരു സമയത്ത് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്, എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം. സെവൻ വൺസിന്റെ എനർജിയാണ്. അതായത് ഈ ഒരു വ്യക്തി, ഇത് തന്നെ ആദ്യത്തെ കാർഡ് തന്നെ നിങ്ങളോട് അവർ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് വൈകാരികമായിട്ടൊന്നും ഇവരുടെ മനസ്സിൽ ഇല്ല എന്നാണ് കാണിക്കുന്നത്. മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടും അതിന് ആ ഒരു കാര്യങ്ങൾക്ക് ഈ ഒരു സമയത്ത് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു എനർജിയുമാണ് നമുക്കിവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളോട് ഈ ഒരു സമയത്ത് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്, എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം. കിങ് ഓഫ് സോർട്സിന്റെ എനർജി നമുക്ക് വീണ്ടും കിട്ടുന്നുണ്ട്. അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ആ ഒരു വ്യക്തി നിങ്ങളോട് ബൗണ്ടറി വെച്ചിരിക്കുന്നതായിട്ടാണ്. അതായത് ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി ഹൃദയം കൊണ്ടല്ല ചിന്തിക്കുന്നത്, ആളുടെ ആ ഒരു ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൾ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. കാരണം ഒരുപക്ഷെ ഈ ഒരു ബന്ധം, നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരുപക്ഷെ സൊസൈറ്റി അംഗീകരിക്കുന്ന ഒരു ബന്ധമായിരിക്കില്ല. അത്തരത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഈ ഒരു വ്യക്തി ഒരു സമയത്ത് ചിന്തിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന ചില ഫലങ്ങൾ, അതായത് ചില മോശം ഫലങ്ങൾ ഈ ഒരു വ്യക്തിയെ ഭയപ്പെടുത്തുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നിങ്ങളോട് വളരെയധികം ക്ലോസ് ആയി നിന്ന ഈ ഒരു വ്യക്തി പെട്ടെന്ന് നിങ്ങളോട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്, എന്താണ് അതിന് പിന്നിലുള്ള കാരണം. ത്രീ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് മറ്റുള്ള ചില വ്യക്തികൾ ഈ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി, അതായത് നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഈ ഒരു വ്യക്തി അതായത് അവർ പറയുന്ന വാക്കുകൾ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് പ്രാധാന്യത്തിൽ എടുക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. നിങ്ങൾ വളരെയധികം ജെന്യുവിനായിട്ടും ഒരുപാട് കെയർ കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് അകലം പാലിക്കുന്നത്. ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഒരു പുതിയ തുടക്കം ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലോട്ട് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളിൽ ഈ ഒരു വ്യക്തി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളോട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. ഏസ് ഓഫ് വൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് മുൻപുണ്ടായിരുന്ന സ്നേഹവും ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം നല്ല ജെനുവിൻ ആയിട്ടുള്ള സ്നേഹമാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളത് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ഏസ് ഓഫ് വൺസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് ഇവർക്ക് നിങ്ങളോട്, അതായത് വെറും ഒരു സോൾ ലെവൽ ലവ് ആയിട്ടല്ല നമുക്കിവിടെ കാണിക്കുന്നത്. അവർക്ക് നിങ്ങളെ കണ്ടപ്പോൾ പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നി, അങ്ങോട്ട് നിങ്ങളോട് ആ ഒരു സമയത്തൊരു ഇഷ്ടം തോന്നി, ആ ഒരു സമയത്ത് നിങ്ങളോട് കൂടുതൽ അടുപ്പം കാണിച്ചു എന്നാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് കുറച്ച് നാളത്തേക്ക് മാത്രം അവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന ഒരു സ്നേഹമായിട്ടും ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഇത് സ്ഥിരമായി നിങ്ങളോട് നിൽക്കേണ്ട ഒരു സ്നേഹമായിരുന്നില്ല എന്നാണ് ഇതിന്റെ സൂചന. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളോട് അവഗണന കാട്ടുന്നത്. മറ്റൊരു ഓഫർ ഈ ഒരു വ്യക്തിക്ക് വന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുടെ എനർജി ഇപ്പോൾ മറ്റെന്തോ ഒരു കാര്യത്തിലോട്ട് നീങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ ഈ ഒരു സമയത്ത് അവർക്ക് മറ്റെന്തോ ഒരു ഓഫർ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കാര്യത്തിലോട്ട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിക്ക് പുതിയ എന്തെങ്കിലും തരത്തിലുള്ള ജോലി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പുതുതായിട്ട് വന്നിരിക്കാം. ആ ഒരു എനർജിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്.
അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് ഇവർ ഈ ഒരു സമയത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. ടു ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ബന്ധം മൂലം നിങ്ങളുമായിട്ടുള്ള ബന്ധം മൂലം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകും എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളോട് വളരെ ക്ലോസ് ആയി നിന്നിട്ട് പെട്ടെന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുവാനായിട്ടുള്ള കാരണം. ഹീറോഫന്റിന്റെ എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി ആളിന്റെ ഒരു ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാരമ്പര്യമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വാക്കുകൾ ഈ ഒരു സമയത്ത് മുഖവിലേക്ക് എടുക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ ഉപദേശം ഈ ഒരു സമയത്ത് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ആളിന്റെ ആ ഒരു ഫാമിലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ആള് വളർന്ന് വന്ന ആ ഒരു ഫാമിലിക്ക് ഈ ഒരു സമയത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അവരുടെ വാക്കുകൾ കേൾക്കുന്നു. അതുപോലെ തന്നെ എന്തോ ഒരു ഈ ഒരു വ്യക്തിക്ക് ഒരു തിരിച്ചറിവുണ്ടായതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ഒരു മുന്നോട്ട് ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളൊരു ഭയവും ഒരു തിരിച്ചറിവുമാണ് പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് വന്നതായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളോട് ഇപ്പോൾ അകലം വെച്ച് നിൽക്കുന്നത്. അതായത് ആളിന് ഇനി ഇത് മുന്നോട്ട് പോകുവാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു എനർജിയിലാണ് നമുക്കിവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും കുറച്ച് വിഷമം ഉണ്ടായിരിക്കാം. പക്ഷെ അത് നിങ്ങൾ അംഗീകരിക്കുക. സത്യം ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നത്. ആ ഒരു കാര്യം അംഗീകരിക്കുക. അതായത് ഇനിയും വെറുതെ നിങ്ങൾ ആവശ്യമില്ലാതെ ഈ ഒരു വ്യക്തി ഇന്ന് വരും, അതല്ലെങ്കിൽ നാളെ വരും, എന്തെങ്കിലുമൊക്കെ വരും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിച്ചിരിക്കാതെ ഇരിക്കുക. പകരം നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ ഈ ഒരു സമയത്ത് തിരക്കിലോട്ട് പോവുക. അതായത് ഈ ഒരു വ്യക്തിയെ ആലോചിച്ചിരുന്ന് നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ കളയാതിരിക്കുക എന്നാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.